സ്റ്റിൽ അതോടെ കിടക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യത്തില്ല, അത് അവിടെ കിടന്നേനെ. കേക്ക് തേച്ച ഒരു ഇഷ്യൂവിനകത്ത് ചെയ്ത ആ വീഡിയോ, അതിനകത്ത് ഞാനൊരു പർട്ടിക്കുലർ വ്യക്തിയെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ആ വ്യക്തിയും ഞാനും തമ്മിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോ റീ അപ്ലോഡ് ചെയ്യണോ എന്ന് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അതിന്റെ അടിയിൽ വന്നിരുന്ന കമന്റ്, ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടില്ല, അത് റീ അപ്ലോഡ് ചെയ്യണം എന്നാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ ഇവിടെ റീ അപ്ലോഡ് ചെയ്യുകയാണ്. ഈ പറയുന്ന വ്യക്തിയെ പേഴ്സണലായിട്ട് ദിയ കൃഷ്ണ ലൈഫ് ഓഫ് അനന്തു നമുക്കറിയാം 2 മാസം മുമ്പ് ഭയങ്കര ഒരു ചർച്ചാ വിഷയം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, നമ്മുടെ അമ്പലത്തിൽ ചെറിയൊരു ഉത്സവം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ മൈക്കിൻ്റെ ചെറിയൊരു സൗണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് സോറിയും കാര്യങ്ങളും പറയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സിജോ വെഡ്ഡിങ്ങിൽ നോറ ചെയ്തത് വളരെ മോശം. അതിനകത്ത് ദിയ കൃഷ്ണയുടെ ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, എൻ്റെ പഴയ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാതെ കുറേ ആൾക്കാർ എന്നെ മോശമായിട്ട് കരുതുന്നുണ്ട്, എന്തായാലും ഞാൻ അത് റീ അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഇട് എന്നുള്ള രീതിയിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു. ഇതാണ് ആ ഡിലീറ്റ് വീഡിയോ എന്നും പറഞ്ഞിട്ട്, മൈ എക്സ്പ്ലനേഷൻ ഫൈനൽ വീഡിയോ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്വന്തം അനീതിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കല്യാണം മുടങ്ങി പോകേണ്ടതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ദിയ കൃഷ്ണ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ സ്റ്റാൻഡ് ആണോ ഏത് രീതി കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ള കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം തരുന്നുണ്ട്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഓരോ പോയിന്റ്, അന്നത്തെ വിഷയത്തിന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുൾപ്പെടെ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അത് പേടിച്ചിട്ടാവാൻ ചിലപ്പോൾ അവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 1 മില്യൺ മാറ്റി അത് 2 lakhs ആക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഓരോരുത്തരുടെയൊക്കെ രീതികൾ. ഇത് കണ്ട് അവരെ വിശ്വസിച്ച് അവരുടെ കുറേ ഫാൻസും കാര്യങ്ങളും, അന്തം ഫാൻസ് എന്ന് പറയാം. പിന്നെ ചില യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഇപ്പോൾ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് നമുക്ക് കണ്ടിട്ട് വരാം. കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ാണ് സായിയെ ഒരു കമന്റിൽ വിളിച്ചേക്കുന്നത്. അതിന്റെ അടിയിൽ പോയിട്ട് ഈ പറഞ്ഞ ഈ വ്യക്തി ഇളിച്ച് കാണിച്ചേക്കുന്നു. സോ ഇവരൊരു ഇൻഫ്ലുവൻസർ ആണ്. അന്നേരം ഇവരുടെ ഓരോ കമന്റും സോഷ്യൽ മീഡിയ എടുത്തു വെച്ച് സായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്യും. ഒരാളെ ബോഡി ഷേവിങ് ചെയ്ത് ഇട്ടേക്കുന്ന കമന്റിന്റെ അടിയിൽ പോയിട്ട് അത് കേട്ട് ആസ്വദിക്കുന്ന തരത്തിൽ കമന്റ് ചെയ്തേക്കുന്നു. എത്രമാത്രം സാഡിസ്റ്റ് ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ എന്ന് നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും, എനിക്ക് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, അതിന്റെ റിവെഞ്ച് എടുക്കുകയാണെന്ന് നിങ്ങൾ എല്ലാവരും വിചാരിച്ചോ? ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ആണെന്ന് കൂട്ടിക്കോ, ഒരു പ്രശ്നമില്ല. ഞാൻ പക പോക്കുകയാണ് എന്ന് തന്നെ കരുതി. കാര്യം ആ രീതിയിലാണ് ഇവർ എനിക്കിട്ട് പണിതത്, എന്നെ ഡീഫെയിം ചെയ്തത്. എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് സ്റ്റിൽ 22 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്, സ്റ്റിൽ അതോടെ കിടപ്പ്. ഞാൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യത്തില്ല, അത് അവിടെ കിടന്നേനെ. ഞാൻ കഴിഞ്ഞ ദിവസം ഹണി റോസും ബോച്ചയും തമ്മിലുള്ള ഒരു ഇഷ്യൂ, ഹണി റോസിനെ ബോഡി ഷേമിങ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂവിൽ വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ അടി വന്ന കമന്റ് ആണ്, നീ ഈ പറഞ്ഞ വ്യക്തിയെ ബോഡി ഷേമിങ് ചെയ്തതല്ലേ, നീ പിന്നെ എന്തിന് ഇവിടെ വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നത്? ഞാൻ ഒരു വ്യക്തിയെയും ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഡിലീറ്റ് ചെയ്ത വീഡിയോക്കകത്ത് കൃത്യമായി അതിന്റെ എല്ലാ പ്രൂഫ് അടക്കം വെച്ച് ഞാനാണ് എക്സ്പ്ലനേഷൻ വീഡിയോ തന്നിട്ടുള്ളത്. സ്റ്റിൽ അത് കാണാതെ പല ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ നാളെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ, കാര്യം എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. പലയിടത്ത് പോകുമ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ള രീതി. കാര്യം ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് അവരെ പലരും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത്. സ്റ്റിൽ ഞാനത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലയിടത്തും ഇവരെ ഡിഫെയിം ചെയ്യാൻ ശ്രമിക്കുന്നു, ഞാൻ നരമ്പ് രോഗിയാണ് എന്നുള്ള രീതിയിൽ സ്റ്റിൽ പലരും എന്നോട് സംസാരിക്കാറുണ്ട്. അത് ഞാൻ മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റില്ല. പലരും വന്ന് ചോദിക്കും, നീ എന്തിനെന്നെങ്കിൽ പിന്നെ നിന്റെ ഭാഗത്ത് ശരിയുണ്ട്, നീ എന്തിന് ഡിലീറ്റ് ചെയ്തിട്ട് ഓടി എന്നുള്ള രീതിയിൽ പലരും വന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ സാഹചര്യം അതായിരുന്നു. എന്റെ വീട്ടിൽ എന്റെ അനിയത്തിയുടെ വാക്കുറപ്പ് ദിവസം ആയിരുന്നു അന്ന്. ഈ പോലീസ് എന്റെ വീട്ടിൽ 1 മണിക്കൂർ മുൻപേ
വന്നിരുന്നെങ്കിൽ ആ ചടങ്ങ് ഇവിടെ മുടങ്ങിയേനെ. ആ കല്യാണത്തിന്റെ, എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ വാക്കുറപ്പ് ചടങ്ങ് മുടങ്ങിയേനെ. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എൻ്റെ ഭാഗത്ത് എൻ്റെ പേരിൽ FIR ഇല്ല, ഒന്നുമില്ല. ബട്ട് പോലീസുകാർ എന്നെ അന്വേഷിച്ച് ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ അവർ വന്നു കയറുമ്പം അവരുടെ മുന്നിൽ എൻ്റെ ഫാമിലി, ആ വന്നിരിക്കുന്ന എൻ്റെ അനിയത്തെ കെട്ടാൻ വന്ന ആ ചെറുക്കൻ്റെ ഫാമിലിയുടെ മുന്നിൽ എൻ്റെ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും? നാണം കെട്ട് നാറിഞ്ഞ് എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും. ആ ഒരു സാഹചര്യത്തിൽ അവിടെ കല്യാണമാണ്, ഫർദർ ആയിട്ട് ഒരു പ്രശ്നങ്ങളും വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അല്ലാതെ ഒരാളെയും പേടിച്ചിട്ടോ ഒന്നുമല്ല. ഓക്കെ, സായി ചേട്ടൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോയി കമൻറ്റ് ഇട്ടുകയൊക്കെ ചെയ്തത് എല്ലാവർക്കും അറിയാലോ. സായി ചേട്ടൻ്റെ അല്ല, ഒരുത്തം കുള്ളൻ നയിച്ചു അതിൻ്റെ താഴെ പോയി ഇങ്ങനെ ചിരിക്കുന്നത്. അത് മിക്ക വീഡിയോസിലും ഇവർ പോയി ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവരുടെ തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ട് അനന്തുവിനെ കുറ്റം പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്തും ഇവർ പോയി കമോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി. അതിനകത്ത് തമ്പ്ലേയും വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ദിയ കൃഷ്ണ ഈ ബീക്കിനിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ള തമ്പ്ലേനും കാര്യങ്ങളുമായിരുന്നു ആ വെച്ചിരിക്കുന്നത്. അതും ഇൻസ്റ്റയിലെ കാര്യം. ഇൻസ്റ്റയെന്ന് പറഞ്ഞാൽ നല്ല വ്യൂ കാര്യങ്ങൾ കയറുന്നത്. പക്ഷെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അനന്തു ചേട്ടൻ്റെ കുറ്റമാണ് വരുന്നത്. അതിൻ്റെ താഴെ പോയും കമൻറ്റ് ഇട്ട ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ഫോട്ടോയ്ക്കെതിരെ, ആ ഇട്ട ആളിനെതിരെ കേസും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ ആളിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമോ അതുമില്ല. പക്ഷെ അനന്തുവിൻ്റെ അടുത്ത് മാത്രം എന്തുകൊണ്ട് അത് ചെയ്തെന്നുള്ള കാരണം എന്ന് വെച്ചാൽ അതേ കാര്യങ്ങൾ അദ്ദേഹം തെളിവ് സഹിതമാണ് കാണിച്ചത്. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബിസിനസ് പരമായിട്ടുള്ള എത്ര രൂപ കിട്ടുന്ന കാര്യങ്ങളെല്ലാം അത് അവർക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് കുരു പൊട്ടാൻ തുടങ്ങിയത് തന്നെ. സ്വന്തം അനിയത്തിയുടെ കല്യാണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൂട്ടർ വീട്ടിൽ വരുന്നു, ആ സമയത്ത് പോലീസ് വരുക എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച്. കുറച്ച് തെറ്റിപ്പോയിരുന്നെങ്കിൽ അതിൻ്റെ ഭാവിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാലേ. അച്ഛന് പൈസയുണ്ട്, പവറുണ്ട്, എന്ത് തോന്നിയ ദിവസം ആവാന്നുള്ള രീതിയിലായിരുന്നു അവർ കാട്ടിക്കൂട്ടിയത്. അവർ പറഞ്ഞ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ തന്നെ ഈ പ്രശ്നം ഒതുക്കണമെന്നുള്ള രീതിയിലാണ്. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് സ്വന്തം അനിയത്തി ഓർത്തിട്ടാണ് അദ്ദേഹം അന്നത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അതുപോലെ തന്നെ ഞരമ്പ് രോഗി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞരമ്പ് രോഗി എന്നുള്ള ഒരു പേര് കേട്ടാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നാറിയൊരു വിഷയമാണ് പെണ്ണ് വിഷയം എന്ന് പറഞ്ഞാൽ. ഇനി ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ ജീവിതകാലം ഗുണം പിടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇവർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ദിയകൃഷ്ണ ഇട്ട ആ 1 മില്യൺ നമ്പർ 1 ട്രെൻഡിങ്ങോ അടിച്ച സാധനം അത് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നും പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ വീട്ടിൽ കയറി സമാധാനപരമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചല്ല. ഇദ്ദേഹം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആര്? അനന്തു ചേട്ടൻ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരും ഡിലീറ്റ് ചെയ്യും എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോലീസുകാരാണ് വന്നിട്ട് പറയുകയും ചെയ്തത്. പക്ഷെ അവർ ഇതുവരെ അത് മാറ്റിയിട്ടുമില്ലായിരുന്നു. അതെന്താ ഇവർക്ക് മാത്രം എന്താ ഒരു ഇതുണ്ടോ? രാജഭരണമായോണ്ടായിരിക്കാം ചിലപ്പം. രാജഭരണം അവരെപ്പോഴും രാജാക്കന്മാരാണല്ലോ അല്ലെ, കുഴികുത്തി കഞ്ഞി കുടിക്കുന്നതും പിന്നെ എവിടെ ചെന്നാലും ജാതി പറഞ്ഞുള്ള സദ്യയും കാര്യങ്ങളും ഒക്കെയാണല്ലോ അവരും. പിന്നെ ബിസിനസ് ക്ലാസ് ടൂർ, അവർക്കൊക്കെ സാധാരണപ്പെട്ടവരുടെ ഈ പ്ലേറ്റിൽ അത്താര പ്രശ്നക്കാരുടെ ഒന്നും ഇത് വിശപ്പിൻ്റെ വിലയൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പഴയ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ടും കൂടെ ഒന്ന് പോയിട്ട് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ സിജോയുടെ മാരേജുമായി ബന്ധപ്പെട്ട് നോറ കേക്ക് കഴിച്ച വിഷയമൊക്കെ ചെയ്ത അതിനകത്ത് ഞാൻ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ആ വ്യക്തിയും ഞാനും തമ്മിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോ റീഅപ്ലോഡ് ചെയ്യണോ എന്ന് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അതിന്റെ അടിയിൽ വന്നിരുന്ന കമന്റ് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടില്ല, അത് റീഅപ്ലോഡ് ചെയ്യണം എന്നാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ ഇവിടെ റീഅപ്ലോഡ് ചെയ്യുകയാണ്. ഈ പറയുന്ന വ്യക്തിയെ പേഴ്സണലായിട്ട് ദ്രോഹിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെനിക്കെതിരെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് സ്റ്റിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ അറിയണം, അറ്റ്ലീസ്റ്റ് എൻ്റെ ഓഡിയൻസ് എങ്കിലും അറിയണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു സബ്ജക്റ്റിലെ നമ്മുടെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു. എനിക്കിതിനകത്ത് കൂടുതൽ കടന്ന് സംസാരിക്കാൻ വേറെ ഇല്ല. ഇതിനകത്ത് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. സോ എൻ്റെ സൈഡ് എനിക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം അന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട 1-2 വീഡിയോസ് ഉണ്ട്, ആ വീഡിയോയിലോട്ട് വരാം. സ്ഥാപനം ഓറിയന്റഡ് ആയിട്ടാണ് ഈ പ്രശ്നം എല്ലാം തുടങ്ങിയത്. ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഈ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ്. എൻ്റെ ഒരു കണക്ക് വെച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിനകത്ത് പറയുന്നുണ്ട്. അത് പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടി ആ വീഡിയോയുടെ വെക്കാം. ചെറിയ കാൽക്കുലേഷൻ വഴി ഞാനിതൊന്ന് കാണിച്ചു തരാം. നമുക്കൊരു ആവറേജ് പ്രൈസ് എന്നുള്ളത് 700 എന്ന് എടുക്കാം. ഓക്കെ, ആവറേജ് പ്രൈസ് 700. നമുക്ക് ഈ 700-നെ 10 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നാണ് അവിടെ പറഞ്ഞത്. 10 മില്യൺ വെച്ച്
ഇൻറ്റു ചെയ്യാം. 1, 2, 3, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 700നെ 10 ലക്ഷം വെച്ച് കണക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 70 കോടി രൂപയാണ് ഗൈസ്. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 70 കോടി. 70 കോടി രൂപയാണ് ഗൈസ്. ഓക്കെ, ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. 4 കൊല്ലം കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയത് 70 കോടി രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം ആവറേജ് ആണ് കേട്ടോ. അപ്പം ഒരു വർഷം 17.5 കോടി രൂപയുടെ ടേൺ ഓവർ ആ കമ്പനി നടക്കുന്നുണ്ട്. പോട്ടെ, നമ്മൾ 700 എന്നുള്ളത് 500 ആക്കി. ബേസ് പ്രൈസ് 500 രൂപ വെച്ചിട്ട് മേടിച്ച്. എന്നാലും 50 കോടി രൂപയുണ്ട്. 50 ഡിവൈഡഡ് ബൈ 4 കൊല്ലം ആകുമ്പോഴത്തേക്ക് തന്നെ 12.5 കോടി രൂപയുടെ ടേൺ ഓവർ. ലാഭമല്ല, ടേൺ ഓവർ. ഇത്രയും കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മലബാർ ഗോൾഡ് വല്ലതും ആണ്? എൻ്റെ സംശയമാണ്. ഒരു കൊല്ലം 10 കോടി അല്ലെങ്കിൽ 15 കോടിയുടെ കളക്ഷൻ നടക്കുമോ? എന്തായാലും ഞാനിപ്പോൾ ഏറ്റവും ബേസ് പ്രൈസ് ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊന്നും ആയിരിക്കത്തില്ല, ഇതൊന്നും ആയിരിക്കില്ല. അന്നേരം ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നെങ്കിൽ ഈ 1 മില്യൺ ഹാപ്പി പ്ലസ് കസ്റ്റമേഴ്സ് എഴുതിയേക്കുന്നത് ലോകോത്തര ഉടായ്പ്, അല്ലെങ്കിൽ ഇഡിമാമോ ഒന്ന് അവിടെ വരെ ഒന്ന് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരുന്നത് നന്നായിരിക്കും. ഇഡിമാമോ ഒന്ന് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ നല്ലതായിരിക്കും എന്ന് എടുത്തു പറയുന്നുണ്ടല്ലോ. അത് ശരിക്കും അവർക്ക് കൊണ്ടത് മനസ്സിലായി. കാരണം ഈ ഒരു കാൽക്കുലേഷൻ അത് നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മില്യൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണാനുണ്ടായിരുന്നു. ഓക്കെ, ഇത് അവർക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിന് തന്നെയാണ് അവരത് വേറെ രീതി വളച്ചൊടിച്ച് അയാളുടെ ഹ്യൂമൻ കാർഡ് ഇറക്കി അവർ പണി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഉറപ്പാണ് അവർക്ക് പണി കിട്ടും. കാരണം ഈ ഡിമാമോ ഒന്ന് പോയെന്ന് അന്വേഷിക്കണേന്ന് പറഞ്ഞപ്പോൾ അവിടെ പുള്ളിക്കാരി ഇതായി. അതാണ് അന്നത്തെ കരച്ചിൽ നാടകവും മൊത്തവും. പിന്നെ എൻ്റെ ബോഡി ഷേമിങ് ചെയ്യാൻ നോക്കി, അങ്ങനെ ചെയ്യാൻ നോക്കി, എൻ്റെ ഡ്രസ്സ് എടുത്ത് കംപ്ലൈൻറ്റ് വെച്ചു, അങ്ങനത്തെ വെച്ചു, ഇങ്ങനെ വെച്ചു, മറിച്ചത് വെച്ചു, എന്നിട്ട് പൊട്ടി കരയാനും തുടങ്ങി. എന്തൊക്കെയായിരുന്നു ആ കരച്ചിൽ കണ്ടിട്ട് പുള്ളി വന്നിട്ട് തന്തയ്ക്ക് വിളിക്കാൻ കുറേ ആൾക്കാർ. ഓക്കെ, എന്നാലും അദ്ദേഹം പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം. അന്നേരം ഇത്രയും കോടി രൂപയുടെ ടേൺ ഓവർ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടോ? അന്ന് എനിക്ക് തോന്നിയൊരു സംശയമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു കണക്ക് വെച്ച് ജസ്റ്റ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സിന്റെ സ്ഥാനത്ത് 2 ലാക്ക് ഹാപ്പി കസ്റ്റമർ ആണ് കാണാൻ സാധിക്കുന്നത്. മേ ബി ഞാൻ അന്ന് പറഞ്ഞ കാര്യം ശരിയായിരിക്കാം, അത് സീരിയസ് ആയിട്ട് ഇവർ എടുത്തിട്ടുണ്ടാവാം. അതിനെ തുടർന്ന് വരുന്ന ഭവിഷ്യത്തുകൾ ചിലപ്പം വലിയ വില കൊടുക്കേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം 10 മില്യൺ എന്നുള്ളത് എഡിറ്റ് ചെയ്ത് 2 മില്യൺ ആക്കിയത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതിനകത്ത് ഞാൻ കൂടുതൽ ചെയ്യാൻ ആലോചിച്ച് നോക്കേ. 10 മില്യൺ ഓർ ഓക്കെ 1 മില്യൺ ആയിക്കോട്ടെ. 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഹാപ്പി കസ്റ്റമേഴ്സ് അന്ന് കിടന്ന ആ പോസ്റ്റ് ഇപ്പം 2 ലക്ഷമാണ് കിടക്കുന്നത്. 2 ലാക്സ് ഹാപ്പി കസ്റ്റമേഴ്സ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് ഒന്നെങ്കിൽ 18 മിനിറ്റ് പണി കിട്ടുമെന്ന് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ മാറ്റി. അല്ലെങ്കിൽ അവർ അന്ന് പറഞ്ഞതെല്ലാം പച്ചക്കള്ള. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, അനന്തുവിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. തലയിൽ എന്തെങ്കിലുമൊക്കെ കളിമണ്ണുള്ളവനാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. ഇല്ലാത്തവരായിരിക്കും ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെയും എൻ്റെ വീട്ടുകാരെയൊക്കെ കുറ്റം പറയുന്നത്, പിന്നെ അവനെയും തെറി പറയുന്നത്. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. നിൽക്കുന്നില്ല. ഇനി ഇവരെനിക്കെതിരെ ഇട്ട വീഡിയോയിലേക്ക് നമുക്ക് വരാം. ആ വീഡിയോ ഏകദേശം 22-23 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഇവർ പറയുന്നത് എന്നെ പറ്റിയാണ്, കംപ്ലീറ്റ് എന്നെ പറ്റിയാണ്. ആ ഒരു വിഷയം നടക്കുന്നതിന് ഒരു 4 മാസം മുന്നേ ഇവരുടെ ഒരു Q&A എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വീഡിയോ മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ, കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഇവരുടെ എക്സ്പീരിയൻസ് വെച്ച് കമ്പയർ ചെയ്ത് എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നത്. ഇവരുടെ ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ 4 മാസം മുന്നേ ഇട്ട ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ഇവരെന്നെ ജഡ്ജ് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് ഡിലീറ്റ് ചെയ്ത വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ അവിടെ കാണിക്കാം. ഇതെനിക്ക് മാല കമ്മൽ വീഡിയോ ഒക്കെ കണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് പുള്ളിക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അൺഎഡ്യൂക്കേറ്റഡ് ആയ ഒരാൾ സംസാരിക്കുന്ന പോലെ പുള്ളി സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു പഠിപ്പില്ലായ്മ അത് എന്തെങ്കിലും ആയിരിക്കും, നമ്മളെ മൈൻഡ് ചെയ്യാതെ വിട്ടു. എന്തോ ആയിക്കോട്ടെ, പുള്ളി അത് ചെയ്തോട്ടെ, അങ്ങനെയെങ്കിലും കഞ്ഞിക്ക് വക ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ചേച്ചിയുടെ വലിയ മനസ്സിന് ശതകോടി പ്രണാമം. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് തിരിച്ചു. താങ്ക് യു. പിന്നീടാണ് എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ വേറെ സ്റ്റാഫ് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടിയും എനിക്ക് ഒരു വീഡിയോ കാണിക്കാൻ ഇടയായത്. അപ്പോൾ അതിന്റെ തമ്മിലും കാര്യങ്ങളും ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. 2 മാസം മുന്നേ ഇറക്കിയ വീഡിയോ ഞാൻ ഈ വീഡിയോ തന്നെ തമ്മിൽ ആഡ് ചെയ്യാം. അതിനകത്ത് ഞാൻ ബാങ്കോക്കിൽ ഞാൻ അശ്വിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. വേറെ വെയറിംഗ് ബിക്കിനി, ഞാൻ ഒരു സ്വിം വെയർ ഇട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ്, ഒരു സെൽഫിയാണ്. അതിൽ ഞാൻ എന്റെ സ്റ്റോറി ഇട്ടതാണ്. എനിക്ക് എന്തിനാണെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എന്റെ ആ ഒരു ഈ ഒരു ഏരിയ പുള്ളി തന്നെ ബ്ലേഡ് ആക്കി ഞാൻ അവിടെ നേക്കഡായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടതുപോലെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ട് എന്റെ Q&A ഒരു സ്ക്രീൻഷോട്ടും വെച്ചിട്ട് പുള്ളി ഒരു വല്ലാത്തൊരു ഞരമ്പ് രോഗി പോലത്തെ ഒരു എക്സ്പ്രഷൻ അത് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ എക്സ്പ്രഷൻ കാണിച്ചിട്ട് എക്സ്പോസ് ചെയ്യുന്നത് അശ്വിന് കുഴപ്പമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ക്യാപ്ഷൻ. ആൻഡ് ഈ ഒരു ഫോട്ടോയെ കുറിച്ച് പുള്ളി ഇതിനകത്ത് 2 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്ലിക്ക് ബേറ്റ് ആണ് ബേസിക്കലി ഇത്. ആദ്യം ക്യാപ്ഷനെ പറ്റി പറയാം. എക്സ്പോസ് ചെയ്യുന്നതിൽ അശ്വിന് കുഴപ്പമില്ല. അശ്വിൻ അതിനകത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ആ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ഞാൻ കൈ നിട്ട കാര്യമല്ല. ആ പറഞ്ഞതിനോട് സാധൂകരിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ
വെക്കാൻ തോന്നി, അതുകൊണ്ട് വെച്ചു. പിന്നെ ഞാൻ ആ വെച്ച പിക്ക് നിങ്ങളുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തൊരു പിക്കാണ്, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ചോർത്തി എടുത്തുകൊണ്ട് വന്ന പിക്കല്ല. പിന്നെ ബ്ലർ ആക്കിയതിന്റെ കാര്യം എന്താണെന്ന് പറയാം. ഈ തമ്പനയിൽ ഞാൻ ആദ്യം ബ്ലർ ആക്കാതെ തന്നെയാണ് ഇട്ടത്. ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്തു ബ്ലർ ആക്കാതെ തന്നെയാണ് ഇട്ടത്. അത് ഇട്ട സമയത്ത് ആഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. യൂട്യൂബറായ തനിക്കത് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. ആ സാധനം അടിച്ചു. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞി കുടിച്ചൊക്കെ പോകണ്ടേ, എന്നാൽ ഈ ആഡ് സ്യൂട്ടബിലിറ്റി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ബ്ലർ ആക്കിയത്. ചിലപ്പോൾ ഏജ് റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി വരാം. യൂട്യൂബിന്റെ പല പോളിസിയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡിസ്ക്ലൈമറിനെ പറ്റി പറയുന്നുണ്ട്. അതും ഈ ഒരു ആഡ് സ്യൂട്ടബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വെച്ചതാണ്. യൂട്യൂബിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, വെറും യൂട്യൂബിനെ പറ്റിക്കാൻ വേണ്ടി വെച്ചതാണ്. യൂട്യൂബിന്റെ പോളിസി അറിയാലോ, അത്യാവശ്യം നല്ല പോളിസിയാണ്. അന്നേരം ഈ ആഡ് സ്യൂട്ടബിലിറ്റി വെറുതെ നമുക്ക് അടിച്ചു തരും. തമ്പനയിൽ മാറ്റി ഈ പറയുന്ന ഡിസ്ക്ലൈമറും വെച്ച് രണ്ടാമത് അപ്ലോഡ് ചെയ്ത സമയത്താണ് ഈ ആഡ് സ്യൂട്ടബിലിറ്റി എന്നുള്ള സാധനം മാറി കിട്ടിയത്. അതല്ലാതെ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് വെച്ച ഒരു ഡിസ്ക്ലൈമർ അല്ല. അത് വളരെ ചെറുതായിട്ട് എഴുതിയേക്കുന്ന ഡിസ്ക്ലൈമറാണ്. അത് കുത്തിയിരുന്ന് ആരെങ്കിലും വായിച്ച് നോക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഡിസ്ക്ലൈമർ തന്നെ ക്യാരി മിനാറ്റി എന്ന് പറഞ്ഞ യൂട്യൂബറിനെ അറിയാമെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാരൻ്റെ ഡിസ്ക്ലൈമറാണ്, അല്ല ഞാൻ എഴുതി പിടിപ്പിച്ചൊന്നുമല്ല. ആ സമയത്ത് പുള്ളിക്കാരൻ്റെ സാധനം കണ്ടപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതിനകത്ത് ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളെപ്പോലുള്ള വലിയ ആൾക്കാർ നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാരുടെ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അന്നേരം ആ ഒരു ഡിസ്ക്ലൈമർ നിങ്ങളെ പേടിച്ചിട്ട് വെച്ചതാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഫോട്ടോ വെച്ചതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഇവരുടെ ഒരു ഫോട്ടോ ഞാൻ തമ്പനിൽ യൂസ് ചെയ്തെന്നായിരുന്നു ആദ്യത്തെ ആ ഒരു വീഡിയോയുടെ ആരോപണം. അതിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ പോയി കണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഇവരൊരു പർട്ടിക്കുലർ ഡയലോഗ് പറയുന്നുണ്ട്. ഞാൻ അന്ന് പറയാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നേക്കഡ് ആവുന്ന പോലെ ആ ഫോട്ടോ ബ്ലർ ആക്കി കാണിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഡയലോഗ് ഇവർ പറയുന്നത്. വിച്ച് മീൻസ് ഞാൻ ഇവരുടെ നേക്കഡ് ഫോട്ടോ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നതിന്റെ മീനിങ്. ഇതിനകത്തൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഫോട്ടോ തന്നെയാണ് ഇവരുടെ ഈ തമ്പനയിലകത്ത് ഇവർ കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് അവർ തന്നെ ആ ഒരു ബ്ലർഡ് ഫോട്ടോ അവരുടെ തമ്പനയിലകത്ത് വെച്ചിട്ട്. ഹെലനോ സ്പാർട്ടയുടെ ഒരു മോർഫിഡ് പിക്കിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഹെലനുമായിട്ട് ഞാൻ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ ഹെലൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിയുടെ പിക്കും ആ ഒരു പേജിൽ ഉണ്ടായിരുന്നു, മോർഫിഡ് പിക്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സോ അത് ബ്ലർഡ് പിക്കൊന്നും അല്ല, ന്യൂഡായിട്ടുള്ള പിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി അന്നെ അടുത്ത് പറഞ്ഞത്. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല, അതൊന്നും ഇവരെ ബോധർ ചെയ്യുന്ന കാര്യവുമല്ല. അതിനെതിരെ ഒരു നിയമ നടപടിക്കും ഇവർ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെലൻ 5 കൊല്ലമായിട്ട് അത് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഞാൻ ഇവരുടെ ഒരു പിക്ക് എടുത്ത് യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണല്ലോ എനിക്കെതിരെ വന്ന ആരോപണം. അത് ഇവർ പബ്ലിക്കായിട്ട് ഇട്ട ഒരു പിക്കാണ്. ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് മീഡിയ ബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, ഇതാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ്. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഇവരുടെ വീഡിയോസ് ആണ് ഒരു 90% ആ ഒരു പേജിൽ ഇട്ടേക്കുന്നത്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്യാനും ഡിഫെയിം ചെയ്യാനും ഞാൻ ഇവരെ ബുള്ളി ചെയ്യാനും ശ്രമിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ വളരെ കിടിലമായിട്ട് റീൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലാണ്, ഒരു പേജാണ് ഈ മീഡിയ ബിറ്റ്സ് എന്ന് പറയുന്ന പേജ്. മേ ബി ചിലപ്പം ഈ പറയുന്ന വ്യക്തിക്ക് ഈ ഒരു പേജുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവത്തില്ല, നമുക്ക് വേണേൽ അങ്ങനെ അനുമാനിക്കാം. അവർ ഏതോ ഒരുത്തൻ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോകുന്നു. അവൻ അന്ന് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ തമ്പനയിൽ നമുക്ക് റീൽസിനകത്ത് തമ്പനയിൽ കൊടുക്കാം. ഞാൻ ആ റെഡ് കോളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന തമ്പനയിലാണ് ഗൈസ്. ആ തമ്പനയിൽ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ തമ്പനയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കെതിരെയുള്ള വീഡിയോ ആണ്. ആ തമ്പനയിലോട്ട് യാതൊരു ബന്ധവുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, ഓക്കെ ഏതോ ഒരു പിക്ക് വെച്ചിട്ട് തമ്പനയിൽ ഇട്ടു, അത് നീ എന്തിനാണോ എന്ന് പറയുന്നത്? ആ ഒരു റീലിന്റെ അടി വന്ന കമന്റ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സോ മീഡിയ ബിറ്റ്സ് ലൈഫ് ഓഫ് അനന്തു 2x ബാൻ എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. സോ അതിന്റെ അടിയിൽ ഈ വ്യക്തി വന്ന് കമോൺ എന്നും പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവരുടെ അങ്ങനത്തെ ഒരു തമ്പനയിൽ വെച്ചിട്ടുള്ള റീൽ ഇവർ കണ്ടിട്ടുണ്ട്. അവര് ആ ഒരു തമ്പനയിൽ യൂസ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ യൂസ് ചെയ്തപ്പോഴാണ് ഇവിടെ ഇഷ്യൂ ആയത്. ഇവരുടെ മോർഫിഡ് പിക്ക് പോയതിന് ഇവർക്ക് പ്രശ്നമില്ല, നമ്മൾ യൂസ് ചെയ്തപ്പോഴാണ് പ്രശ്നമായത്. സോ അതെന്റെ തെറ്റാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യത്തിൽ, ആ ഒരു പിക്ക് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സോറിയും പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, ഞാനവിടെ പിക്ക് വെച്ചതാണോ യഥാർത്ഥ പ്രശ്നം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ഒരു പിക്കിന്റെ പേരിൽ ഒരു വുമൺ കാർഡ് ഇറക്കി എന്നെ ഒരു മോശപ്പെട്ട വ്യക്തിയാക്കാനാണ് ശ്രമിച്ചത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു പിക്ക് വെച്ചാൽ ഇവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറയുന്ന റീലിന്റെ തമ്പനയിലും ഇവർക്ക് പ്രശ്നം ഉണ്ടാവണം. ആ പറയുന്ന തമ്പനയിൽ ഇവരുടെ തമ്പനയിലിനകത്ത് വെക്കാൻ പാടില്ലായിരുന്നു. സോ അതൊന്നും അല്ല പ്രശ്നം. എന്നെ മാക്സിമം അടിച്ചാക്ഷേപിക്കുക, അതാണ് ലക്ഷ്യം. അത് കൃത്യമായിട്ട് ആ ഒരു വീഡിയോക്ക് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അന്ന് ഡിലീറ്റ് ചെയ്ത വീഡിയോന്റെ ബാക്കി നിങ്ങൾ കാണും. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഉണ്ട്, അത് ഫുൾ ഇരുന്ന്
നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അദ്ദേഹം അന്ന് ആ തംബ്ലൈൻ വെച്ച സമയത്ത് അത് വളച്ചൊടിച്ചു. ഒരു പെണ്ണിനെ ഇങ്ങനെ ചെയ്യാൻ നോക്കി, അങ്ങനെ ചെയ്യാൻ നോക്കുന്നത്. ഈ ദിയയുടെ തന്നെ പലയിടത്തും പല രീതിയിലെ ഫോട്ടോസും കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജ്, ആ പേജിനകത്ത് തന്നെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അനന്തുവിൻ്റെ വീഡിയോ ആ വരുന്നത്, അതിൻ്റെ താഴെ പോയി ഇവർ കമൻറ്റ് ഇട്ടിട്ട് കമോൺ എന്ന് പറഞ്ഞ് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ്. കാരണം അവരുടെ ഫാൻ പേജൊക്കെ അല്ലേ. അപ്പം അവിടെ ഒന്നും ഇവരുടെ ഈ ഫോട്ടോസും കാര്യങ്ങളും ഇദ്ദേഹം ബ്ലർ ചെയ്ത് വെച്ചാണ്, ബ്ലർ ചെയ്ത് വെച്ച ഫോട്ടോയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മറ്റേത് അതൊന്നും ഇല്ല. അതിലൊക്കെ പോയി സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഹെലൻ്റെ വിഷയം ഇതിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ 5 വർഷമായിട്ട് ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതേ പേജിൽ തന്നെ ഈ പറഞ്ഞ വ്യക്തിയുടെ ന്യൂഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എന്തുകൊണ്ട് ഇവർ കേസും കാര്യങ്ങളും കൊടുത്തില്ല? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് അദ്ദേഹം രംഗത്ത് കൊണ്ടുവന്ന സമയത്ത് അത് അവർക്ക് അത് കൊള്ളേണ്ട രീതിയിലാണ് വളച്ചൊടിച്ച് അത് ആ രീതി തന്നെ കൊണ്ടെത്തിച്ചു തന്നു. അവസാനം എന്താ പറയണ്ടേ, പോലീസിനും ഇത് കൊടുക്കുകയും ചെയ്ത് ഭീഷണി എന്നുള്ള രീതിയിൽ അവർ പിന്നെ പുള്ളിയെ അതിൽ 1-2 ആൾക്കാർക്ക് പുള്ളിയെ അറിയാവുന്നതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി ഒഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഒരു വാഗ്ദാനവും ചെയ്തായിരുന്നു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. ഇപ്പോഴും ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 2 മില്യൺ അങ്ങാണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ നമ്മുടെ താഴെ കമൻറ്റ് ഇടുക. ഇപ്പോഴും 100% ഞാൻ അനന്തു ചേട്ടൻ്റെ കൂടെ തന്നെ, ഞാനെന്നല്ല ഒട്ടുമൊക്കെ മലയാളികൾക്കും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ 2 lakhs ഹാപ്പി കസ്റ്റമേഴ്സ് എന്നിങ്ങനെ ഇൻസ്റ്റേ കൊടുത്തപ്പോൾ കുറേ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി ഇവിടെ പഠിച്ച് കളിയാണെന്ന്. ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ.